ഹലോ, ദേശ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പൂച്ചെടിയാണ് കേട്ടോ. നിറയെ പൂക്കളൊക്കെ ഉള്ളൊരു ചെടിയാണ് ഉണ്ടാക്കുന്നത്. ചെടി നിറയെ പൂക്കൾ നിൽക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗിൽറ്റ് ഫോം ഷീറ്റാണ് കേട്ടോ. നമുക്ക് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതൊരു A4 ഷീറ്റ് വലുപ്പത്തിൽ നമുക്ക് ഈ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ചാട്ടോ നമ്മൾ ഈ സ്ക്വയർ പീസ് വെട്ടിയെടുക്കേണ്ടത്. സെൻറ്ററിൽ നോക്കിയിട്ട് പൂവിൻ്റെ 4 സെൻറ്ററിൽ നമ്മളിത് ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വലുപ്പത്തിൽ നമ്മളൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് 2 mm ഗിൽറ്റ് ഫോം ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇത്തിരി കട്ടി കൂടുതലായതുകൊണ്ട് നമുക്ക് 4ആയി ഫോൾഡ് ചെയ്ത് ഒറ്റയടിക്ക് നമുക്ക് പൂ ഷേപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പെറ്റൽസും നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക തന്നെ വേണേ. ഓരോ പെറ്റൽസും നമുക്ക് ഷേപ്പ് ചെയ്തൊന്ന് എടുക്കാം കേട്ടോ. പൂ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അയൺ ബോക്സിൽ വെച്ചിട്ട് അയൺ ബോക്സ് നന്നായിട്ടൊന്ന് ചൂടാക്കി അയൺ ബോക്സിൽ വെച്ചിട്ടൊന്ന് എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പൂവിൻ്റെ നല്ലൊരു ഷേപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ എങ്ങനെ ഷേപ്പ് വേണമെന്ന് വെച്ചാൽ നമുക്കത് ആക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെല്ലാം നമുക്കൊന്ന് പൂ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഈ പൂക്കളൊക്കെ ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നൂൽക്കമ്പി ആവശ്യമുണ്ട്. പിന്നെ ശിഖരങ്ങളൊക്കെ ഉള്ള ഒരു കമ്പും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. എൻ്റെ ഒരു മാവിൻ്റെ കമ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് 2 പ്രാവശ്യം നന്നായി ചുറ്റി കൊടുത്തിട്ട് ഈ പൂവ് ഒന്ന് കോർത്ത് കൊടുക്കാം. അടിവശത്തായിട്ടൊരു കുത്തു കൊടുത്ത് നമ്മളൊരു മുത്ത് അതിനകത്ത് കോർക്കുക. പെട്ടെന്ന് ഈ കമ്പിയിൽ നിന്ന് ഇത് വിട്ടു പോരാതിരിക്കാൻ കീറി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു മുത്ത് കോർത്തിട്ട് അപ്പുറത്തെ വശത്തൂടെ വീണ്ടും ഇത് കുത്തിയെടുത്ത് മരത്തേലൊന്ന് ചുറ്റിയെടുക്കാം. ഇതിൻ്റെ കമ്പ് കാണാത്ത രീതിയിൽ ഗ്യാപ്പില്ലാതെ ചുറ്റി കൊടുക്കണേ. നമ്മൾ 2-3 പൂവൊക്കെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 പ്രാവശ്യം കമ്പി മാത്രമായിട്ട് നന്നായിട്ടൊന്ന് ഈ കമ്പിയിലൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത പൂവ് അത് ചുറ്റുമ്പോൾ ഈ കമ്പി കിടന്ന് തിരിയാൻ തുടങ്ങും. 2 പ്രാവശ്യം നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിയാൽ മതി. ഇത് നല്ല ഉറപ്പായിട്ട് അവിടെ ഇരിക്കും. നമ്മളിതെല്ലാം ചുറ്റിയെടുത്ത് പൂവൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഒരു ലീഫാണ് കേട്ടോ. ഞാൻ വേണ്ടിയിട്ടൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എല്ലാ പേപ്പറും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കളർ എടുത്തത്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചിട്ട് വേണം സെറ്റാക്കിയെടുക്കാൻ.
ഒരു ഇലയുടെ ഷേപ്പിൽ ഇതൊന്ന് വെട്ടിക്കൊടുത്താൽ മതി. ഇലയുടെ ഷേപ്പിലൊന്ന് വെട്ടിയിട്ടുണ്ടേ. ഇനി ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ. നല്ല പച്ച കളറാക്കി എടുക്കാം. ഇത് ഫാബ്രിക് കളറാണ് കേട്ടോ എടുത്തേക്കണേ. ലീഫൊക്കെ നമ്മൾ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഈ രണ്ടില വെച്ചിട്ട് നമ്മൾ ഇത് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഇലയൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫെവിക്കോളിൻ്റെ പശ ആയതുകൊണ്ട് തന്നെ ഒട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഗ്ലൂ ഗണ്ണാണെങ്കിൽ നമുക്ക് വേഗം അത് ഒട്ടി കിട്ടും. അങ്ങനെ എല്ലാ ഇലയും നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞു. ഒത്തിരി ഇലയൊന്നും കൊടുത്തില്ല കേട്ടോ. ഒത്തിരി ഇല കൊടുത്താൽ പൂവിൻ്റെ ഭംഗി കളയണ്ടാന്ന് വിചാരിച്ചു. എല്ലാ ഇലയും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പൂച്ചെടിയൊക്കെ റെഡിയായി. ഇനി നമ്മുടെ പൂച്ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടിന്ന് വേണമേ. ഒരു ടിന്നോ പോട്ടോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഞാനിതാ ഒരു ടിന്നെടുത്തിട്ടുണ്ട്. ഈ ടിന്നിൽ ഞാൻ കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടിന്നിൽ മണ്ണ് നിറച്ചെടുക്കാവേ. മണ്ണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടലാസ് വെച്ച് ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ ഉണ്ണികൾ നിറയെ കല്ലൊക്കെ വാരിയിടുന്നുണ്ട്. നല്ല കളർ കല്ലൊക്കെ വാരിയിടുന്നുണ്ട്. അവർക്ക് എൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂച്ചെടീൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.